ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കോട്ടക്കൽ എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് നമ്മൾ വലിയവരെയും കുട്ടികളെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. 10 കോടി രൂപ ചിലവഴിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു എക്സ്പോ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനുള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ എത്തി ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ഇവിടെ 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഒരുപോലെ ടിക്കറ്റാണ് കേട്ടോ. അതായത് 5 വയസ്സിന് മുകളിൽ ഉള്ളവർക്കും മുതിർന്നവർക്കൊക്കെ ഒരേ ടിക്കറ്റിൻ്റെ റേറ്റാണ് 150 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ 3 ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഫ്രണ്ടിൽ തന്നെ നല്ല കിടിലൻ ഒരു ആമയുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന രൂപത്തിൽ നല്ല അടിപൊളിയായിട്ട് ഇത് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുന്നിൽ നിന്നിട്ട് നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പക്ഷേ ഇതിൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ ലച്ചുവിനൊരു പേടി. അപ്പോൾ നമ്മൾ അതിനടുത്ത് നിന്ന് ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല. ഇങ്ങനെ ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഉള്ളിലേക്ക് കടക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ അവിടെ കാണിച്ചു, അകത്തേക്ക് കടന്ന്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഇപ്പോൾ ഒരു കാട് തീം പോലെ നമുക്ക് തോന്നും. ഇവിടെ ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ട്, വെറൈറ്റി പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഈ ഒരു കാട്ടിൽ ഈ മരത്തിൻ്റെ മുകളിലൊക്കെ പക്ഷികളാണ്, ഒറിജിനൽ പക്ഷികൾ തന്നെയാണ് കേട്ടോ. നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി പക്ഷികളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തർ ഇതിൽ ഫോക്കസ് ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ പക്ഷികളൊക്കെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഈ മരത്തിലൊക്കെ ഇങ്ങനെ പക്ഷികളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കിളികളുടെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് കടക്കുമ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴാണ് അവിടെ റോബോട്ട് ഡോഗ് ഉള്ളത് കണ്ടത്. അപ്പോൾ ഇവിടെ 2 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് കൈയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവരതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് തൊട്ടടുത്തേക്ക് വരുമ്പോൾ കുട്ടികളൊക്കെ പേടിച്ച് ഓടുന്നുണ്ട്. ചിലർ നല്ല സ്ട്രോങ് ആയിട്ട് അതിന് മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ തന്നെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ മൂന്നാമത്തെ സെക്ഷനാണ്. ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ നല്ല കളർഫുള്ളായിട്ട് നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയുള്ള കിടിലൻ സ്പോട്ടാണ്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഡമ്മികളാണ്. പൂമ്പാറ്റ, വണ്ട്, ഈച്ച, കടന്നൽ, അതുപോലെ തന്നെ കുറച്ച് മൃഗങ്ങൾ, ആന, പുലി, ദിനോസർ, അതിൻ്റെയൊക്കെ ഡമ്മിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാൻ. ഇവിടെ നിന്ന് ഒരുപാട് സമയം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും. അങ്ങനെ അവിടുത്തെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് അക്വേറിയങ്ങളും അണ്ടർ വാട്ടർ ടണലൊക്കെയാണ് ഉള്ളത്. ഇതിൽ ഒരുപാട് വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു മീനിൻ്റെ സെക്ഷൻ എത്തുമ്പോൾ നമുക്കറിയാത്ത ഒരുപാട് അലങ്കാര മത്സ്യങ്ങളും അതുപോലെ തന്നെ കടൽ മത്സ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ചിലതിനൊക്കെ കണ്ടിട്ടുണ്ടാവും, ചിലത് കാണാത്തതൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് മീനുകളുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണണേ. ഇവിടേക്ക് കുട്ടികളായിട്ടൊക്കെ വരികയാണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അവർക്ക് അത്രയും അട്രാക്റ്റ് ചെയ്യുന്ന ഒരുപാട് കളർഫുൾ മീനുകളൊക്കെ ഉണ്ട്.
അപ്പോൾ അണ്ടർ വാട്ടർ ടണലൊക്കെ കണ്ടില്ലേ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കുന്നത് ഒരുപാട് കച്ചവടങ്ങളാണ് കേട്ടോ. പല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതാ സച്ചുവിന് ഈ ഒരു പെയിൻറ്റിങ് ബുക്ക് വാങ്ങിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരെങ്ങനെ അത് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് അവനക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമുക്ക് ഒരുപാട് ആവശ്യമുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനും കൂടിയാണ് കേട്ടോ. അപ്പോൾ കച്ചവടത്തിൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കടക്കുന്നത് ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡും അതുപോലെ തന്നെ ജങ്ക് ഫുഡൊക്കെ ഉണ്ട്. ഫുഡ് കോർട്ടിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു മാജിക് ഐസ്ക്രീമിൻ്റെ ഷോപ്പും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ സച്ചു അത് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുത്തെ ഇതൊക്കെ സൗണ്ട് ഓഫാക്കിയിട്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അങ്ങനെ ആ ഫുഡ് കോർട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ കാണുന്നത് ഈ ഒരു ഗെയിമിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ മുതിർന്നവർക്കുള്ള ഒരുപാട് ഗെയിംസും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയുള്ള ഒരുപാട് ആക്സസറീസ് വേറെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ ആണ് കേട്ടോ എക്സ്പോയുടെ ലാസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ ഷോകളൊക്കെ ഉണ്ടാവാറുണ്ട്, ഗാനമേള പോലത്തെ. പക്ഷേ ഇന്നൊന്നും ഇല്ല കേട്ടോ. സൺഡേ ആണ് കൂടുതലും അത് നടക്കാറ്. അന്ന് നല്ല തിരക്കും ആയിരിക്കും കേട്ടോ. പക്ഷേ ഇന്ന് അത്ര തിരക്കൊന്നുമില്ല, കാരണം ഗാനമേള ഒന്നുമില്ല.
അങ്ങനത്തെ എക്സ്പോ മൊത്തത്തിൽ കണ്ടില്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫാമിലി ആയിട്ട് വന്ന് ഇവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എക്സ്പോ കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഈ ബലൂൺസൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ സച്ചുനും ലച്ചുനും അവർക്ക് ഇഷ്ടപ്പെട്ടൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.